ഓരോ മനുഷ്യനും ഈ ലോകത്ത് ഒരു ദൗത്യം നിർവഹിച്ച് തീർക്കാനുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു കഴിവ്, പാഷൻ ഇതൊക്കെ ഉണ്ടാവും. ഇത് കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഇത് കണ്ടെത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഒരർത്ഥത്തിൽ ഇവിടെ എല്ലാവരും സമൂഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നത്, ബിസിനസ് ചെയ്യുന്നത് എല്ലാം ആളുകൾക്ക് വേണ്ടിയുള്ള, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അരിക്കച്ചവടക്കാരൻ, അയാളുടെ സാമ്പത്തിക ലാഭം ഉദ്ദേശിക്കുന്നുണ്ടാകും, അയാളുടെ കുടുംബം പോറ്റാൻ വേണ്ടി കച്ചവടം നടത്തുകയാണ്, അതൊക്കെ ശരി. പക്ഷേ അയാൾ ചെയ്യുന്നത് അയാളുടെ നാട്ടിലെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പട്ടിണി മാറ്റുന്നു എന്ന വലിയ പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ട്. നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും അരിക്കച്ചവടക്കാരില്ല. ലാഭം കിട്ടാത്തത് കൊണ്ട് ഒരാളും അരി കച്ചവടം നടത്തുന്നില്ല എന്ന് വെക്കാം. നമുക്കെങ്ങനെ അരി കിട്ടാനാണ്? നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കാനാണ്? അപ്പോൾ അയാൾ ചെയ്യുന്നത് കേവലം ഒരു ജോലിയല്ല, അല്ലെങ്കിൽ ഒരു കച്ചവടമല്ല, നമ്മുടെ പട്ടിണി മാറ്റാനുള്ള വലിയ പ്രവർത്തനം കൂടെയാണ്. അതിന് നമ്മൾ, ആ വലിയ ഉപകാരത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് അയാളുടെ ലാഭം. ഇതൊരു കച്ചവടക്കാരൻ്റെ മാത്രമല്ല, ഏതൊരു ജോലി എടുത്തു നോക്കിയാലും, എന്ത് ബിസിനസ് എടുത്തു നോക്കിയാലും ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും, അത് കലാകാരന്മാരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, കച്ചവടക്കാരാകട്ടെ, മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകട്ടെ, എല്ലാവർക്കും ഈ സമൂഹത്തിൽ അവരുടേതായ ദൗത്യം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിൻ്റെ നിലനിൽപ്പിന്, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാവരും ആവശ്യവുമാണ്. ഡ്രൈവർമാർ ആവശ്യമാണ്, കൂലിപ്പണി ചെയ്യുന്നവർ ആവശ്യമാണ്, നല്ല പ്രൊഫഷണൽസും ഉയർന്ന ഉദ്യോഗ തലത്തിലുള്ളവരും വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇവരെല്ലാം സമൂഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ പാഷനായ, നമുക്ക് നമ്മുടേതായ ഉള്ളിൽ നിന്നുള്ളൊരു കഴിവും നമ്മുടേതായ ഒരു മികവുമുണ്ട്. അത് കണ്ടെത്തി അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒന്നുകൂടെ മനോഹരമായിരിക്കും. നമ്മുടേതായ കഴിവിനെ കണ്ടെത്തി, അഭിരുചിയെ കണ്ടെത്തി അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞാൽ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. ആ കഴിവിനെ നമ്മൾ കണ്ടെത്തി അതാണ് ഈ സമൂഹത്തിൽ എനിക്ക് ചെയ്യാനുള്ള ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞ് അത് സമൂഹത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഈ ലോകത്തെ മനോഹരമാക്കാൻ നമുക്ക് പറ്റും. നന്നായി എഴുതാൻ കഴിയുന്നവർ എഴുതണം, പാടാൻ കഴിയുന്നവർ പാടണം. ഇതൊക്കെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇനി നന്നായി വ്യത്യസ്തമായ രീതിയിലുള്ള, രുചിയിലുള്ള ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്ന ആളുകൾ അത് ചെയ്യണം. ആളുകൾക്ക് നല്ല രുചി ഒരുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ഏതിലാണോ നമ്മുടെ മികവും കഴിവുള്ളത് അത് തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിന് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഞാൻ നൽകേണ്ട ദൗത്യം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് നൽകാനായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം ആ അർത്ഥത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും. ഇത് നമ്മുടെ ജോലി കൂടിയാവുകയാണെങ്കിൽ വലിയ സന്തോഷത്തോടെ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പാഷൻ ഒന്നും ജോലി മറ്റൊന്നും ആകുന്നത് ആണ് കൂടുതൽ കാണാറുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നന്നായി എഴുതാൻ കഴിയുന്ന ഒരാൾക്ക് തുടക്കത്തിൽ എഴുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി മറ്റൊന്നായിരിക്കും. പക്ഷേ എഴുത്ത് എന്ന ഒരു വലിയ കഴിവ് അദ്ദേഹത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഈ എഴുത്തിനെ മാറ്റി നിർത്തി ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഈ ജോലിയോടൊപ്പം തന്നെ എഴുത്തിനെ, അതിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും അതിനെ കൂടി പരിഗണിക്കുകയും ചെയ്ത് ആ സ്കില്ല് വളർത്തിക്കൊണ്ടുവന്നാൽ ഭാവിയിൽ ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ നേടിയതിനു ശേഷം അദ്ദേഹത്തിന് എഴുത്തിലേക്ക് കടന്നു വരാനും പിന്നീട് എഴുത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സമ്പത്ത് കിട്ടുകയും ചെയ്യുന്ന, വരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് എഴുത്താണ്. ആ എഴുത്തിലൂടെ സമൂഹത്തോട് സംവദിക്കുക എന്നതാണ്. നല്ല സന്ദേശം സമൂഹത്തിന് നൽകുക എന്നതാണ്. ഒരു പാട്ടുകാരന് നല്ല പാട്ടുപാടി നല്ല സന്ദേശം സമൂഹത്തിന് കൈമാറാൻ സാധിക്കും. ഇക്കിളിപ്പെടുത്തുന്ന പാട്ടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജനങ്ങളെ നന്മയിലേക്ക് ഉണർത്തുന്ന, നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന, അതോടൊപ്പം ജനങ്ങൾക്ക് ആസ്വദിക്കുക കൂടി ചെയ്യാൻ പറ്റുന്ന നല്ല പാട്ട് എഴുതാനും പാടാനും കഴിയുന്നവരുണ്ടെങ്കിൽ അതൊരു വലിയ ദൗത്യമാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഒരു ദൗത്യം ഇവിടെ നിർവഹിച്ചു വെക്കാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ആ നമ്മുടെ പാഷനും നമ്മുടെ സ്കില്ലും എന്താണെന്നുള്ളത് കണ്ടെത്താൻ ഒരു പക്ഷേ അതൊരു വലിയ പ്രോസസ്സായിരിക്കും. ഒരുപാട് വർഷങ്ങൾ എടുത്തു വേണ്ടി വരും നമുക്ക് നമ്മുടെ ഒരു പാഷൻ എന്താണെന്ന് കണ്ടെത്താൻ സാധിക്കുക. എന്നിരുന്നാലും നമ്മൾ കണ്ടെത്തണം, നമ്മൾ തിരിച്ചറിയണം. എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ ആ കഴിവിനെ പരിപോഷിപ്പിച്ച് ആ കഴിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കണം. ആ കഴിവ് കൊണ്ട് ചുറ്റിലുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനും അവർക്ക് ഉപകരിക്കുന്നത് ചെയ്തു വെക്കാനും നമുക്ക് നിർബന്ധമായും സാധിക്കണം. അങ്ങനെ സാധിച്ചതിന് ശേഷം
മരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഇവിടെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ടാവും. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാഷൻ കണ്ടെത്താനും നമ്മുടെ കഴിവുകൾ കണ്ടെത്താനും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കഴിവാണ് സത്യത്തിൽ പാഷൻ എന്ന് പറയുന്നത്. അതിന് കണ്ടെത്താനും അതുപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായ ലാഭം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഉണ്ടായാൽ അത്രയും നല്ലത്, അത് അദ്ദേഹത്തിൻ്റെ ജോലി കൂടിയാക്കി മാറ്റാൻ സാധിക്കും. ഇനി ഇല്ലെങ്കിൽ പോലും സമൂഹത്തിൽ ഈ പാഷൻ ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തി വേണം നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ജോലി, ശമ്പളം, അങ്ങനെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പോകുന്നൊരു ജീവിതം, അതിനിടയിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവുണ്ടാവും, ഒരു പാഷൻ ഉണ്ടാവും. അത് കണ്ടെത്താനുള്ള ശ്രമം കൂടെ തുടങ്ങാം നമുക്ക്. എന്നിട്ട് അതുപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ കൂടി നമുക്ക് ഈ ജീവിതത്തിൽ സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ ജീവിതം ഒന്നും കൂടെ രസമുണ്ടാവും, ഒന്നും കൂടെ അർത്ഥമുണ്ടാവും. നോക്കല്ലേ?